നമസ്കാരം. അമേരിക്കൻ വ്യോമാക്രമണം ഉടൻ. ഇറാനിൽ യുദ്ധകാഹളം. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ അമേരിക്കൻ സൈനിക ഇടപെടലിന് സാധ്യത ഏറിക്കഴിഞ്ഞു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സൈനിക നീക്കം ഉണ്ടായേക്കുമെന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പായി നിലനിൽക്കുകയും ചെയ്തു. ഇതിനിടെ മേഖലയിലെ പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കുവാൻ വാഷിംഗ്ടൺ നടപടി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ സൈനികരെയും മറ്റുദ്യോഗസ്ഥരെയും താവളത്തിന് പുറത്തേക്ക് മാറ്റുവാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇറാന്റെ തിരിച്ചടി ഭയന്നുള്ള മുൻകരുതൽ നടപടിയാണ് ഇത് എന്ന് അമേരിക്കൻ വൃത്തങ്ങളടക്കം സൂചിപ്പിക്കുന്നുണ്ടേ എങ്കിലും ഒരു വലിയ ആക്രമണത്തിന് തൊട്ടു മുൻപുള്ള നീക്കമാണ് ഇത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം ഒരു വിലയിരുത്തൽ. ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിലാണ് സൈനികരെ പിൻവലിക്കുന്നത് എന്ന് US ഉദ്യോഗസ്ഥർ അടക്കം ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. സൈനിക ഇടപെടൽ അതുണ്ടായപ്പോൾ തന്നെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാമെന്ന് യുദ്ധം 2 യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ട്രംപ് ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇടപെടുവാൻ കൃത്യമായ സമയവും വ്യാപ്തിയും വ്യക്തമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങൾ അത് അടിച്ചമർത്താൻ ഇറാൻ നേതൃത്വം ശ്രമിക്കുമ്പോൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് വേണ്ടിയിട്ട് ഇടപെടുമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികളെ തടയാൻ ടെഹ്റാൻ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ തീർക്കുകയാണ്. സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയായിട്ടാണ് ഇപ്പോൾ ഈ പിൻവാങ്ങൽ എന്ന പേര് വെളിപ്പെടുത്തരുതെന്നുള്ള വ്യവസ്ഥയിൽ മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ US താവളമായിട്ടുള്ള ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള എയർബേസിൽ നിന്നുള്ള ഈ ഒഴിപ്പിക്കൽ എന്ന് പറയപ്പെടുന്നത് നിലവിലെ പ്രാദേശിക സംഘർഷങ്ങളോടുള്ള പ്രതികരണമായിട്ട് തന്നെയാണ് ഖത്തർ അടക്കം ഇതിനെ വ്യക്തമാക്കുന്നത്. കാരണം ഇറാൻ നിലവിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്ക് വേണ്ടിയിട്ട് ട്രംപ് ആവർത്തിച്ച് നടത്തുന്ന ഇടപെടൽ അത് ഭീഷണികളെ ചെറുക്കാനാണ് എന്നുള്ളതാണ്. ഇറാൻ ഇത്തരത്തിലുള്ള ഭീഷണികളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഇറാനിയൻ മിസൈൽ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നതുപോലെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്കും ഷോപ്പിംഗ് മാളിലേക്കും വലിയ തോതിൽ സൈനികരെ ബസ്സിൽ അയച്ചതിന്റെ സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ട് ഇല്ല എങ്കിലും ചില ഉദ്യോഗസ്ഥരോട് ബേസ് വിടാൻ പറഞ്ഞതായിട്ടുള്ള നയതന്ത്ര വിദഗ്ധർ അല്ലെങ്കിൽ നയതന്ത്രജ്ഞർ പറയുന്നത് ഒരു യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. ഇറാനിലെ പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുന്നതിനായിട്ട് ഇടപെടുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴും തിരിച്ച് കൃത്യമായിട്ടുള്ള ഇടപെടലും പ്രതിരോധവും തീർക്കുവാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചനകൾ വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇറാനിലെ അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരടക്കം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നത്. ഇറാൻ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഒരിക്കലും നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജീൻ നോയൽ ബാരറ്റ് ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അക്രമാസക്തമായ അടിച്ചമർത്തൽ എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ച് പറയുന്നത്. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണ് എന്ന് ഇറാൻ അധികൃതർ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ട്രംപ് ദിവസങ്ങൾക്കകം തന്നെ ഇറാനിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇറാനും തിരിച്ച് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, അവിടെ നടക്കുന്ന പല രീതികളും ഇപ്പോൾ അവിടെ നടന്ന പ്രതിഷേധങ്ങൾ പങ്കെടുത്ത ഒരു 26 വയസ്സുകാരനായിട്ടുള്ള ഇർഫാൻ സുൽത്താനി എന്ന് പറയപ്പെടുന്ന 26 വയസ്സുകാരനെ തൂക്കിലേറ്റാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചതാണ് അമേരിക്കയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ തൂക്കിക്കൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ കാണുന്ന കടുത്ത നടപടികളായിരിക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ഈ വധശിക്ഷകൾ നടപ്പിലാക്കിയാൽ ഇറാനിലെ ഭരണകേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്താൻ ട്രംപ് ഉത്തരവിടാൻ പോവുകയാണ്. സഹായം ഉടൻ എത്തുമെന്ന് ഇറാന്റെ തെരുവുകളിൽ പോരാടുന്ന പ്രതിഷേധക്കാർക്ക് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കൻ നീക്കത്തിനെതിരെ ഇറാൻ ഇപ്പോൾ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ആക്രമണം നടന്നാൽ അതിന് സൗകര്യമൊരുക്കുന്ന സൗദി അറേബ്യ, UAE, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ തകർക്കുമെന്ന് തന്നെയാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മുൻപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴും ഇതേ രീതിയിലുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ദുസ്സൂചനയാണ് ഇപ്പോഴും വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ ശക്തികൾ ഇളക്കിവിട്ട തീവ്രവാദികളാണ് പ്രതിഷേധക്കാരെ എന്ന് ഇറാൻ ആരോപിക്കുമ്പോഴും
ഈ ഇവിടുത്തെ പ്രതിഷേധങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ മനുഷ്യാവകാശ സംഘടനകളുടെയൊക്കെ കണക്കനുസരിച്ച് ഇതുവരെ ഏകദേശം 3428 പേർ കൊല്ലപ്പെടുകയും 18,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്റർനെറ്റൊക്കെ പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ടതിനാലാണ് ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കൃത്യമായിട്ട് ആർക്കും പുറത്ത് അറിയാൻ കഴിയാതായി പോകുന്നത്. എങ്കിലും ഈ തെരുവുകളിൽ ഒഴുകുന്ന രക്തം ഒരു വിപ്ലവത്തിന്റെയോ അല്ലെങ്കിൽ വൻ നാശത്തിന്റെയോ സൂചനകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാൻ ഭരണകൂടം സ്വേച്ഛാധിപത്യ രീതിയിലൂടെ മാത്രം മുന്നോട്ട് പോവുകയും അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ തെരുവുകളിൽ ഇനിയും ചോരപ്പുഴ ഒഴുകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തായാലും യുദ്ധം എന്ന് പറയപ്പെടുന്നത് 24 മണിക്കൂറിനുള്ളിൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഈ വിപ്ലവം അല്ലെങ്കിൽ ഈ പ്രതിഷേധം എന്ന് പറയപ്പെടുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച പ്രതിഷേധക്കാർക്ക് നൽകുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇറാൻ ആരോപിക്കുമ്പോഴും സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ തന്നെ ഈ ഇന്റർനെറ്റൊക്കെ പൂർണ്ണമായിട്ട് വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് അവിടുത്തെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. പക്ഷേ ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള വിപ്ലവങ്ങൾ ഈ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല പലതരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊന്നും റിപ്പോർട്ടുകളായി പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ നാശത്തിന്റെ ഒരു വലിയ വിപ്ലവത്തിന്റെ ചോരപ്പുഴയാണ് ഇറാന്റെ തെരുവുകളിൽ ഒഴുകുന്നത് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഇറാനിൽ നടക്കുന്ന ഒരു വലിയ യുദ്ധകാഹളമാണ്. 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോകമെന്ന് പറയപ്പെടുന്നത് ഈ യുദ്ധം എന്ന് പറയപ്പെടുന്നത് വരുമെന്നുള്ള പ്രതീക്ഷയിലും അതിന്റെ ഒരു മുൾമുനയിലുമാണ് നിൽക്കുന്നത് എന്ന് പറയാം. അങ്ങനെ വലിയ ഒരു യുദ്ധഭീതി, ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇറാൻ മാറുന്നു എന്നുള്ളത്.